കാർ ലോണിലെ ഇൻഷുറൻസ് ചതിക്കുഴികൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ഒരു പുതിയ കാർ വാങ്ങുവാനായിട്ട് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് എക്സിക്യൂട്ടീവ് പറഞ്ഞ തുകയല്ലേ അവസാനം സാങ്ഷൻഡ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് അടിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയത്? സാറേ, 7,40,000 രൂപ, 7.4 ലാക്സ് സാറിൻ്റെ കാറിന് അപ്രൂവൽ ആയിട്ടുണ്ട് ലോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവസാനം നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ അവസാനം പ്രിൻ്റ് ചെയ്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും വരുമ്പോൾ നമ്മളുടെ സാങ്ഷൻഡ് എമൗണ്ട് 7,93,000 രൂപയാണ് സാങ്ഷൻ ആയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ കയ്യിൽ വന്നത് 7,40 തന്നെയാണ്. ബാക്കി പൈസ എങ്ങോട്ട് പോയി, എന്തിനു പോയി, വിശദമായിട്ട് വല്ലതും അറിയാമോ? 777 ഇതൊന്ന് അന്വേഷിക്കാമെന്ന് തന്നെ കരുതുന്നു. ലോൺ സാങ്ഷൻ ആകുമ്പോൾ അതിനോടൊപ്പം ഒരുപാട് അനാവശ്യമായ ഇൻഷുറൻസ് സ്കീമുകൾ അവർ നമ്മളെ അടിച്ചേൽപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന് ലോൺ പ്രൊട്ടക്ഷൻ പ്ലാനുകൾ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീമുകൾ, പിന്നെ നിരവധി ആഡ് ഓണുകൾ. നമുക്ക് ആവശ്യമുള്ള ആഡ് ഓണുകൾ ഉണ്ടാകാം, പക്ഷേ അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. ഈ തുക മുഴുവൻ നിങ്ങളുടെ സാങ്ഷൻഡ് എമൗണ്ട് ലോണിൽ നിന്ന് അവർ മുൻകൂർ തന്നെ എടുക്കും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പൈസയ്ക്കെല്ലാം നിങ്ങൾ 6-7 വർഷം പലിശ കൊടുക്കേണ്ടി വരും. പലിശ വെറുതെ. ബാക്കി തുക മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. മറ്റൊരു വലിയ കള്ളം അവർ പറയുന്നുണ്ട്. ഈ തുക നിങ്ങൾ മാസാമാസം പ്രീമിയത്തിൻ്റെ കൂടെ അങ്ങ് അടച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ചിന്തിക്കേണ്ട കാര്യം, ആവശ്യമില്ലാത്ത ഇൻഷുറൻസ് തുക മൊത്തം നമ്മൾ ആദ്യമേ ലോൺ എടുത്ത് അങ്ങ് അടച്ചു കഴിഞ്ഞ് അതിൻ്റെ പലിശ വീണ്ടും 7 വർഷം അടയ്ക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. ആവശ്യമുള്ള ബേസിക് ഇൻഷുറൻസ് മാത്രം എടുത്താൽ മതിയെന്ന് അധികം ആരും ഓർക്കുന്നുമില്ല, അറിയുന്നു. ലോൺ എഗ്രിമെൻ്റ് ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പ് ഇൻഷുറൻസ് ബ്രേക്കപ്പ് ചോദിച്ചു വാങ്ങിക്കുക. നിങ്ങൾക്കത് അറിയാനുള്ള അവകാശമുണ്ട്. സോ സാമ്പത്തിക അറിവുകൾ നമുക്ക് വീണ്ടും പങ്കുവയ്ക്കാം. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 077